ഫ്രണ്ട്സ്, ഇത് പിക്സലിന്റെ എ സീരീസിൽ വരുന്ന ബഡ്സ് ആണ്. ഇതിന്റെ കംപ്ലൈന്റ് വരുന്നത് ഇത് ബ്ലൂടൂത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്സിന്റെ പേര് കാണിക്കില്ല. ഇതിന് നമുക്ക് ഈ ബഡ്സ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ ശരിക്കുള്ള കംപ്ലൈന്റ് ഈ റീസെറ്റ് ചെയ്യുന്ന ബട്ടൺ ഡാമേജ് ആയി പോയതാണ്. ഇത് നമ്മൾ ഒരു പരിധി കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലെ ബട്ടൺ ഡാമേജ് ആയി പോകും. അപ്പൊ അതുപോലെ ഡാമേജ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കേസിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബഡ്സ് കോരി എടുക്കേണ്ടതുണ്ട്. ഇത് ഓൾറെഡി അഴിക്കാൻ നോക്കി അതിന്റെ പാടുകളൊക്കെ ഇതിനുണ്ട്. അപ്പൊ നമുക്കത് അഴിച്ചു നോക്കണം. അഴിക്കുമ്പോൾ എന്തായാലും പാട് വരും. ഇതാണ് ഇതിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ. ഈ ഒരു സ്ട്രിപ്പ് വഴി അടിയിൽ വേറൊരു ബോർഡ് ഉണ്ട്. അപ്പൊ അതിലാണ് ഇതിന്റെ ചാർജിങ് കണക്ടറും ഈ ഒരു സ്വിച്ച് ഒക്കെ വരുന്നത്. ഈ ഒരു സ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു മെറ്റലിന്റെ ആ ലോക്കിൽ നിന്ന് ഇത് പുറത്തേക്ക് വന്നേക്കാണ്. അപ്പൊ എന്തോ ഒരു സപ്പോർട്ട് കൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നു മാത്രം. ആ ഒരു സോൾഡറിങ് പിടിച്ചു കഴിഞ്ഞാൽ അത് പാർട്സ് ആയിട്ട് കിട്ടും. ഈ ഒരു സ്വിച്ച് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തെടുക്കണം. ഇതാണ് ആ ഒരു പഴയ സ്വിച്ച്. ഇപ്പൊ ഇത് അഴിച്ചപ്പോ തന്നെ അത് പാർട്സ് ആയിട്ട് വന്നു. ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയൊരു സ്വിച്ച് ഇട്ടിട്ട് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പുതിയ സ്വിച്ച് വെച്ചേക്കാണ്. നല്ല രീതിയിൽ തന്നെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ കേസ് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ കേസ് ഓപ്പൺ ചെയ്തു. ഇനി ഈ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പൊ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ഇത് പഴയ പോലെ കേസിലിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ ഫുള്ള് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനത് റീസെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കേസ് ഓപ്പൺ ചെയ്യുക, പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പൊ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പൊ ഇതേപോലത്തെ കംപ്ലൈന്റുകളൊക്കെ നിങ്ങളുടെ ഇയർബഡ്സിനോ സ്മാർട്ട് വാച്ചിനോ അല്ലെങ്കിൽ നെക്ക് ബാൻഡിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കത് റെഡിയാക്കി എടുക്കാം.